അതേ ഇതിനുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട് കേട്ടാ. 2, 4, 5 നിലയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ കയ്യിൽ വരില്ലടോ. അതൊക്കെ വലിയ വലിയ ടീമിന്റെ അല്ലേ? നമ്മുടെ കയ്യിൽ വന്നില്ല, നമ്മൾ തിരിച്ചു പണിത് കൊടുക്കണം. 100 പൈസ തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പം എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും, നമ്മളെപ്പോഴും വിളിക്കൂലേ, അപ്പം എന്തെങ്കിലും തടയും ഇല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മറ്റേ സാരി ഇങ്ങനെ എല്ലാ കൊല്ലം മേടിച്ചു കൊടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? എല്ലാ കൊല്ലമില്ലാന്ന്. അന്ന് നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് നെക്ലേസ് മേടിച്ചു കൊടുത്തില്ലേ, അന്ന് ഞാൻ ഈ നൂലാമാലയെന്ന് ഒഴിവായത് ഇത്തവണ വെഡിങ് ആനിവേഴ്സറിക്ക് സാരി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ്. അന്നവനൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മൾ മറ്റേ നെക്ലസിന്റെ പരിപാടി എടുത്തില്ലേ, അതേപോലെ ഒരു സംഗതി തിരിച്ച് ചെയ്താൽ മതി. സാരി ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ജമന്തിയുടെ അലമാരയിൽ, ഒരെണ്ണം കൊണ്ടു കൊടുക്കണ. എൻ്റെ പൊന്നുകാരെ എന്നെ ചതിക്കല്ലേ. എന്നിട്ട് വേണം രാത്രി അന്നത്തെ പോലെ ഞാൻ പുറത്ത് വന്ന് നിന്ന് കൂവി അതൊക്കെ ഊരി മേടിക്കാൻ. ഞാനില്ല ആ പരിപാടി. എന്താ പിന്നെ വായിക്കാം? അല്ല, എൻ്റെ കയ്യിൽ പൈസ എന്തായൂല. അല്ലാതെ എൻ്റെ അടുത്തുണ്ട് പൈസ, എടുത്തുണ്ട്. മറ്റില്ല കാറുണ്ടല്ലോ. കാറുണ്ടാ? ഞാൻ അങ്ങനെ തരേ. ഒരു 10,500 രൂപയുടെ മതി. നല്ലത് വാങ്ങിച്ചോ, ഏതായാലും അതില്ലേ. ഇവിടെയൊക്കെ ഭയങ്കര കാശ് കൂടിയതായിരിക്കും, പൈസ കൂടുതലായിരിക്കും ഇവിടെ കണ്ടിട്ട്, സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്. പൈസ ഒന്നും കൂടുതലുണ്ടാവില്ല. എന്തായാലും നോക്ക്, പറ്റെങ്കിലും 500 രൂപ ഉള്ളൂട്ടാ. ഞാൻ താരാടോ. ചുരിദാറല്ല, സാരി ഉണ്ടാവും. നീ നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യട്ടാ. ഞാൻ എന്നാ കയറി നോക്കാം, അകത്ത് കയറി നോക്കാം. നീ പട്ടണം നോക്കി സെലക്ട് ചെയ്യല്ലേ. അതെ, എന്റെ മുതലാളി വരുമ്പോ ക്ലീറ്റസ് വന്ന് അന്വേഷിച്ചിട്ട് പോയി എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ. യവനെന്തിനാണ് ഡ്യൂട്ടി സമയത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? പെണ്ണും പിള്ളക്ക് ചാരി വാങ്ങിക്കാൻ വന്നതായിരിക്കും. ഞാൻ അവൻ്റെ വീട്ടിൽ എന്നും വിശേഷമാണല്ലോ ചാരി മേടിക്കാൻ. കഷ്ടം. ഇപ്പോഴത്തെ വെറൈറ്റി ഒക്കെ ഇതൊക്കെ കൂടിയതാണോ? അല്ലല്ലോ, ഇതെല്ലാം മീഡിയം റേഞ്ചാണ്. ഇതെല്ലാം നല്ല പുതിയ മോഡലാണ്. അതെ, ആകുമ്പോഴത്തേക്ക് മെറൂൺ പല്ലോ. അല്ല, അവളൊരു മോഡല് പറഞ്ഞു വിട്ടിട്ടുണ്ടേ. ഈ കഴിഞ്ഞ ആഴ്ചത്തെ ആനീസ് കിച്ചൺ കണ്ട, അതിൽ ആനി ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഒരു സാരി കൊടുത്തിട്ടുണ്ടായി, ഇങ്ങനെ ഒരു ബോർഡറൊക്കെ ഉള്ളത്. അതുണ്ടാവോ? അതില്ല ഏട്ടാ, ഇങ്ങനത്തെ ടൈപ്പില്ല. അതെ ഫാസിലേ, അത് നോക്കിയിട്ട് കാര്യമില്ലടാ. അനി ഏത് സാരി പറ്റിയാലും നന്നാവും. നല്ല കാണാൻ ഭംഗിയുള്ള സ്ത്രീയല്ലേ, നിന്റെ ഭാര്യക്ക് ഏതെങ്കിലും കൊണ്ടേ കൊടുത്താൽ മതി. അല്ല, അവള് ഫോട്ടോ എടുത്ത് തന്നേക്കാണ് വാട്സാപ്പിലത്, ആ എപ്പിസോഡ്. ആള് കൂടെ നന്നാവണടാ. വലിയ തരക്കേടിൽ ഇതൊക്കെ കൊടുത്താലേ, അതല്ലേ മേടിച്ചു കൊടുക്കണേ. ഇതൊക്കെ നല്ല വലിയ കൂടിയത് വേണ്ട കേട്ടോ, ഒരു 2000 താഴെയുള്ള മതി. അത് കനയൻ സാരി നോക്കണ്ട. ഇതാകുമ്പോഴത്തേക്ക് വലിയ വിലയില്ല കേട്ടാ. ആണോ? ഇത് നോക്കിയേ കന, എങ്ങനെയുണ്ടാവും? അത് കുഴപ്പമില്ല, അതൊരു മഞ്ഞ തറ ഉണ്ടല്ലോ. എന്റെ ഭാര്യക്ക് ഒരു മഞ്ഞപ്പുള്ളതാ, അതുണ്ടാവും. മഞ്ഞപ്പത് വെയിൽ കൊള്ളാഞ്ഞിട്ടാണ്. കുഴപ്പമില്ലല്ലേ? ഈ ബ്ലൗസ് നമുക്ക് തന്നെ ബ്ലൗസും കൂടെ ഉണ്ട്. ശരി, വിത്ത് ബ്ലൗസ് ആണ്, കോൺട്രാസ്റ്റ് പല്ല്. ഇത് വന്നിട്ട് 1120 രൂപയുള്ളൂ. അതെ, 1120 രൂപ ഉള്ളൂ. അപ്പൊ ഇത് ഉറപ്പിക്കാല്ലേ? പിന്നെ അപ്പൊ ഇത് മതി. പിന്നെ ചേട്ടാ, ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് മാറ്റി എന്തെങ്കിലും ബില്ലുമായിട്ട് വന്നാൽ മാറ്റി തരാം. കുഴപ്പമൊന്നും. അപ്പൊ ഇത് പാക്ക് ചെയ്തോ. കാർഡ് വരക്കോ? കാർഡ് ആയിട്ടില്ലല്ലോ ഏട്ടാ. അയ്യോ, കാർഡില്ലേ? എടുക്കൂലല്ലേ? കാർഡില്ല. ഇവിടെ തൊട്ടടുത്തൊരു ATM ഉണ്ട്. ആണോ? അതെ. 1000 രൂപ കൊടുത്താൽ മതി, ബാക്കി എൻ്റെ അടുത്തുണ്ട്, ബാക്കി ഞാൻ കൊടുത്തോളാം. അപ്പൊ ഇത് മതിയല്ലോ? ഇത് മതി. ഇനി ഒന്നും ഉണ്ടാക്കി തരാൻ എന്നോട് പറയരുത്. ഇനി പൂമ്പാറ്റ ഒന്നുമില്ല. നീ ഇവിടെ ഇരുന്ന എന്റെ പണി ഒന്നും നടക്കില്ല. സഹായിക്കല്ലേ? ഭയങ്കര സഹായാ. മാമിയുടെ നെക്ലസ് എത്തിയോ? പണ്ടത്തെ നീ അതെന്നെ ഓർമ്മിപ്പിക്കരുത് എന്റെ തക്കളി. അത് എവിടെ പോയെന്ന് ഒരു പിടിയില്ല. അല്ല, പിന്നെ എന്നെ അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട, പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. വെച്ചാരെ എവിടെ എന്തെടുക്കുവാ? ഇതിനൊന്നും എടുത്തോണ്ട് പോയ ഇവിടെ ശല്യം ഉണ്ടാക്കുവാ. ഇത് അവിടെ ഇരുന്നോട്ടെ, അവിടെ വന്നാലേ അവിടെ സമാധാനം അത്ര നഷ്ടപ്പെടും. പേണങ്ങി കളിക്കാൻ കൂടില്ലെന്ന്. എന്താണ് ഭയങ്കര സന്തോഷം? ആർക്ക്? നമ്മൾ അറിഞ്ഞു. എന്ത്?
ഹാപ്പി ബർത്ത്ഡേ. ആരുടെ? ഞങ്ങളുടെ ഒന്നുമല്ല. ജമന്തിയുടെ ബർത്ത്ഡേ അല്ലേ? ഈ ക്ലീറ്റോ ചേട്ടനും വല്ല വട്ടുണ്ടോ? ഓ ഓ ഓ ഓ. അപ്പോ വെഡിങ് ആനിവേഴ്സറി അതാണ്. ആരുടെ വെഡിങ് ആനിവേഴ്സറി? ആരുടെ ഇവിടെ ജമന്തിയുടെ അല്ലേ? അവളെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, അത് കൊച്ചുകുട്ടിയല്ലേ? ക്ലീറ്റോ ചേട്ടൻ എന്താ? അതല്ലേ ഇന്നാള് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി. ഓ അപ്പൊ അപ്പൊ പിന്നെ ഇവിടെ ജമന്തി ഉരുണ്ട് കളിക്കണ്ട. എന്താ വെച്ചാ പറഞ്ഞേ? എന്ത് പറയാൻ? ഇവിടെ എന്താ വിശേഷം ഒന്ന് പറയ്. ഇവിടെ ഇന്നൊരു എന്റെ ഓലെന്ന് വിട്. ഇന്നൊരു വലിയ വിശേഷമുണ്ട്. ഈ ചൂലുണ്ടാക്കി തീർന്നില്ലെങ്കിൽ അമ്മേനെ പുറത്താക്കുന്നുണ്ട്. അതാ കൂടുതൽ തമാശ കളിക്കരുത്. ഞാൻ അതല്ല ചോദിച്ചത്. കനകൻ ഇന്ന് എന്തേലും നിനക്ക് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞോ? ഇന്നോ? ഇന്നുണ്ട്. ഇന്ന് ഉപ്പില്ലാതെ വന്നാ ഇങ്ങോട്ട് കേറ്റില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ജമന്തി, ഞാൻ അതല്ല ചോദിച്ചേ. അതായത് എന്തെങ്കിലും ഗിഫ്റ്റ് വല്ലതും നിനക്ക് മേടിച്ചോണ്ട് തരാന്ന് വല്ലതും വാഗ്ദാനം ചെയ്തിരുന്നോ? ഒന്ന് പോ ക്ലീറ്റോ വെറുതെ സമയം കളയാതെ. ഗിഫ്റ്റ് ഞാൻ പറയുന്നതാ. ഗിഫ്റ്റ് അങ്ങനെയാണെങ്കിൽ ജമന്തിക്കുന്ന ഒരു ഗിഫ്റ്റ് കിട്ടും. കിട്ടും. ഒരു സാരി ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനാ പറയണേ. സാരിയാ? എന്തിന്? നിന്റെ കെട്ടിയോനെ തുണിക്കടയുടെ മുമ്പ് കിടന്ന് കറങ്ങുന്നത് ഞാൻ കണ്ട്. ഈ മറ്റേ പ്രതിമയുണ്ടല്ലോ സാരിയൊക്കെ വരും, അതിലൊക്കെ നോക്കുന്നത് ഞാൻ കണ്ട്. സാരി മേടിക്കാനാ. ശരിക്കും? എന്താ സർപ്രൈസ് ആയിരിക്കും. സാരിയോ? ആണെന്ന് ഞാനല്ലേ പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. ഞാൻ അപ്പുറത്ത് കൊടി മേടിക്കാനായിട്ട് അതിന്റെ തുണി എടുക്കാനായിട്ട് കയറിയപ്പോ കണ്ടു. അതെനിക്കറിയില്ല. ഗിഫ്റ്റ് ആയിട്ട് നിനക്ക് സർപ്രൈസ് ആയിരിക്കും. നിങ്ങൾ സർപ്രൈസ് കുടുംബമല്ലേ? ഓഫീസിൽ വല്ല സ്ഥാനക്കയറ്റം എന്തെങ്കിലും കിട്ടി കാണോ? വല്ല ചിലപ്പോ അധികമായിട്ട് കൈക്കൂലി എല്ലാം കിട്ടിയതും ആയിരിക്കാം. സാരി കിട്ടി നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഗോൾ അടിച്ച്. ഇതെന്തോ ചെയ്യണേ? ഇത് കണ്ടില്ലേ ചൂലുണ്ടാക്കുന്നു? എന്റെ പൊന്ന് ജമന്തി, ഇങ്ങനെ ഇത് ഇങ്ങനെ അല്ല. ഞാൻ ചെയ്തോ? ഇത് ഒന്നും അറിയാൻ പാടില്ല. ഇതൊക്കെ അമ്മയടുത്ത് ചോദിച്ചിട്ട് അത് ചെയ്യണ്ടേ. ഇത് ഇങ്ങനെയല്ല ഇത് കീറേണ്ടേ. ഇതിനൊരു വശമുണ്ട്. ഇത് നമ്മളൊരു വിരൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ മെല്ലെ മേലെ. വല്ല കാര്യമുണ്ടോ ഇതിന്റെ? അത് തന്നെ എനിക്കിപ്പോ തോന്നി. നല്ലോണം മുറിഞ്ഞാ? ചെറുതായിട്ടും. അങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. അയ്യോ പാവല്ലേ. പാവൊന്നുമല്ല, നിന്നെ പോലെ തന്നെ അനുസരണയില്ലാത്തോണ്ടാ. എന്നാലും ഏട്ടൻ എന്തിനാ സാരി മേടിക്കണെന്നാ? സ്നേഹം കൂടി എന്തോ? സ്നേഹം കൂടി വാങ്ങിച്ചു. ഭയങ്കര സ്നേഹ. ഓ എന്റെ കർത്താവേ. തങ്കം ഒന്ന് വന്നടി. എന്താ ലോഷൻ ഇങ്ങെടുത്തേ. എന്താ പറ്റിയേ? കാണിച്ചേ. ഞാനേ അവിടെ വന്നപ്പോ നോക്കട്ടെ. ജമന്തി മറ്റേ ഓല ചെയ്യിക്കൊണ്ടുവന്നപ്പോ ഞാൻ അത് മേടിച്ച് ഒന്ന് ചെയ്യി കാണിച്ചു കൊടുത്തു. ഞാൻ ലോഷൻ എടുത്ത് വെച്ചാലേ തല കറങ്ങുന്നൊരു സംശയം. എന്റെ ദൈവമേ, മരിച്ചെങ്ങാനും പോവോ? ക്ലീറ്റോ സമ്മതിക്കുന്നു. ലോഷൻ എടുത്തടി. എവിടെ അത് കൊണ്ടുവന്ന് ഇരിപ്പുണ്ട്, നോക്കിയെടു. ഇതല്ലേ? ഓ മുറിഞ്ഞപ്പോ ഇത്ര വേദനയില്ലായിരുന്നു. അത് തുറക്കാൻ കൊണ്ട് ഇനി പറയണം. മെല്ലെ ചരിക്കണേ. മെല്ലെ. കേപ്പിക്കണേ. ഒന്ന് പോറിയതിനാണത്. കൊടല് വരുമോ അതിന്റെ ഉള്ളിൽ കൂടി? നിന്റെ ആങ്ങളൊക്കെ ആണെങ്കിൽ നീ ഇതൊന്നും പറയില്ലല്ലോ. പിന്നെ അവൻ ഇതല്ലേ പണി. അവൻ അത്ര ബോധക്കേടൊന്നുമില്ല. ഇച്ചിരി ചോര കാണുമ്പോഴത്തേനും കിടന്ന് ചാകാനായിട്ട്. വെള്ളം ചോദിച്ചടി. വെള്ളം കൂടി എടുക്കാൻ പറ്റില്ല. ആങ്ങളെ കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ട. ആ ഒരു ആങ്ങളെ മതി ലോകത്തുള്ള മുഴുവൻ ആണുങ്ങളുടെ വില കളയാനായിട്ട്. നടക്കുക സാരി കടകൾ തോറും കയറി ഇറങ്ങി. എന്താ സാരി മേടിക്കാൻ പെൺകോന്തായി. സാരിയോ? നിന്റെ ആങ്ങള. ആർക്കാന്ന് എനിക്കറിയില്ല. സാരി കട നിൽക്കുന്ന ഞാൻ കണ്ട. പ്രതിമയുടെ പുറത്ത് സാരിയൊക്കെ വെച്ച് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എന്നാ ജമന്തിക്കായിരിക്കും. ആണെങ്കിൽ കൊള്ളാം. ഇങ്ങനെ ഒരു പെൺകോന്ത അല്ലേ? നാണം വേണം അവന്, നാണം. പറഞ്ഞ ഉടനെ സാരി മേടിച്ചോണ്ട് കൊടുക്ക. അതെ, ഇതിപ്പോ ഇപ്പൊ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞു. നാണം. ഞാൻ മലയാളമാണല്ലോ പറഞ്ഞേ. മനസ്സിലാവാത്ത എന്താ കയ്യില്? അവന്റെ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് അവൻ പോയി അവന്റെ ഭാര്യക്ക് സാരി മേടിക്കണം. നിങ്ങൾക്ക് എന്താ കുഴപ്പം? അങ്ങനെ നാണയില്ലായ്മ വേണത്? എനിക്ക് ഒരു കുഴപ്പമില്ല.
അല്ലേ എന്തിനാ ഇത്ര ഇങ്ങനെ സാരി മേടിച്ചുകൊണ്ട് കൊടുക്കേണ്ട കാര്യം? അവളൊന്ന് ചിരിച്ച ഒരു സാരി, അവൾ കരഞ്ഞ ഒരു സാരി, അവൾ ദേഷ്യപ്പെട്ട സാരി, അവൾ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുന്നേ, അവളുടെ ബർത്ത്ഡേയോ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഒരു പരിപാടിയില്ല. ഞാനിപ്പോ അവളോട് ചോദിച്ചു. അപ്പൊ അന്വേഷണം കഴിഞ്ഞോ? അതിനെ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഒരു ആഘോഷമെല്ലാം നടക്കണമെന്ന് നമ്മളും അറിയണമല്ലോ. അപ്പൊ ഇത് അങ്ങനെ ഒരു കാര്യമില്ലെന്നേ. ഈ കാര്യമില്ലാതെ എന്തിനാണ് ഇപ്പൊ സാരി മേടിക്കേണ്ട കാര്യം? വെറുതെ പൈസ കയ്യിന്ന് പോക്കറ്റിന്ന് പൈസ എടുത്തിട്ടാണോ പോയത്? അല്ലല്ലോ. അവനെ കുറ്റം പറയാൻ കിട്ടണ ഒരു അവസരം വേണ്ടാന്നൊക്കെ ഇതിട്ടോ. നിങ്ങൾ ഇന്ന ഈ നിമിഷം വരെ എന്നാടി ഇതേ കച്ചവടം കിട്ടിയ പൈസ നീ ഒരു സാരി മേടിച്ചോന്ന് പറഞ്ഞു ഒരു 500 രൂപ തരാൻ, അല്ലെങ്കിൽ ഒരു സാരി മേടിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ഇതുവരെ? അല്ലേ നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും നീ സാരി ഒന്നും ഉടുക്കാതെ ഈ വീട്ടിലുള്ളവരൊക്കെ തുണി ഉടുക്കാതെ നടക്കും പോലെയാണല്ലോ. അയ്യോ, എന്റെ അമ്മ മേടിച്ചു തരാം, അല്ലെങ്കിൽ എന്റെ ആങ്ങളെ മേടിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഈ തുന്നണ പൈസയും കൊണ്ട് വല്ലപ്പോഴും ഒരു സാരി മേടിക്കും. അല്ലാതെ നിങ്ങളെപ്പോഴും എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളേ? മറന്നുപോയാ? എന്താ ഞാൻ സാരി മേടിച്ചെന്ന് മറന്നുപോയടി. കല്യാണത്തിന് നീ എടുത്തോണ്ട് ഇങ്ങനെ നിന്നല്ലോ. ഞാൻ മേടിക്കുന്ന സാരി എന്റെ പൊടിക്കമ്മല് വിട്ടിട്ടല്ലേ മനുഷ്യത്. പൊടിക്കമ്മല് വിറ്റെങ്കിൽ എന്താണ്? ഞാനല്ലേ കാശ് കൊടുത്തത് മേടിച്ചോണ്ട് വന്നേ. നിങ്ങൾക്ക് ഇങ്ങനെ വളാന്നിരുന്ന് പ്രസംഗിക്കാൻ അറിയാം. ഒരു ജോലിക്കും പോലെ വേലയ്ക്കും പോലെ അതെ 4 നേരം നിന്ന് തിന്നു കുടിച്ച് ജീവിക്കണ മനുഷ്യൻ കണ്ടവന്റെ കുറ്റം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ തിന്നു മുടിച്ച് ഇവിടെ ഇരിക്കണമെങ്കിൽ നീയും മോള് അന്തസ്സായിട്ട് ജീവിക്കണല്ലോ നോക്കിയാ മതി. വെള്ളം കുടിക്കണം ദേഷ്യം വന്നിട്ട് എനിക്ക്. എവിടെ നോക്കട്ടെ? അതുണ്ട്, ചെറിയ വേദനയുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു അതിന്റെ? ഇനിയിപ്പോ സംഭവിച്ചു. സംഭവിച്ചു. ഞാനേ നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുക. എന്തെന്ന്? നീ ഭാഗ്യമുള്ളൊരു പെണ്ണ. അല്ലേ പിന്നെ ഈ കനകനെ പോലെ ഒരുത്തനെ കെട്ടിയനായിട്ട് കിട്ടുമോ നിനക്ക്? എന്തിനാ ക്ലീറ്റ് എപ്പ ഇത് മാറ്റി പറയണത്? ഇത്ര നേരം നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞത്. എന്തോന്ന് നീ ഉണ്ടായിരുന്നു? അല്ല, ഞാനിപ്പോ പറയായിരുന്നു കനകൻ ഇങ്ങനെ സാരി എടുക്കാൻ തുണിക്കടയിൽ നിൽക്കായിരുന്നു. അപ്പൊ എവിടെ ചോദിക്കാണ് എന്തിനാ ഇപ്പൊ ഒരു സാരി എടുക്കേണ്ട ആവശ്യം? അവൻ ഇങ്ങനെ ദൂർത്താന്ന്. അതന്നെ ഞാനും ആലോചിക്കണേ. ഇപ്പൊ എന്തിനാ സാരി? എന്റെ പെണ്ണെ, അവന് വല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും, അല്ലാതെ എന്താ? എന്നാ എന്നോട് പറയൂലേ? ഇതിപ്പോ എനിക്ക് തോന്നുന്നത് സന്തോഷമൊന്നുമല്ല, അവൻ എന്തോ കൊള്ളരുതായിക്ക് ഒപ്പിക്കാൻ പോണുണ്ട്. അതിന്റെ മുൻകൂർ ജാമ്യമായിട്ടായിരിക്കും ഈ സാരി മേടിക്കുന്നത്. ആയിരിക്കും. പോക്ലീറ്റ് ചേട്ടാ അവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടേ പോവുള്ളൂ, എവിടെയെങ്കിലും പോണെങ്കിലും. പിന്നെ അവൻ ഇതിനു മുമ്പ് പോയ സ്ഥലങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ട് തന്നെ പോയി. അതൊക്കെ ഞാൻ പറഞ്ഞോണ്ടല്ലോ നീ വേണ്ടാന്ന് വീഴൂടെ. ക്ലീറ്റോ എന്തിനാ ക്ലീറ്റോ ഈ എരുതിയിലോട്ട് മണ്ണെണ്ണയും പെട്രോളും എല്ലാം കൂടെ ഒഴിക്കുന്നത്? നിനക്ക് വേറെ ഒറ്റ പണിയില്ലേ? ഞാൻ എന്തേലും ഉള്ള കാര്യം പറഞ്ഞ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടും. തലയ്ക്ക് വെളിവുണ്ട് ഇതിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. എപ്പോഴാ കണ്ടേ? എന്താ വരാത്തേ? അതൊന്നും എനിക്കറിയില്ല. കടയിൽ സാരി നോക്കുന്നത് ഞാൻ കണ്ടു, അത് ഉള്ളതാ. സാരി ഇപ്പൊ ഏത് കളർ എടുക്കുന്ന? നീ ഉള്ളത് തന്നെ മേടിച്ചോണ്ട് ഞാൻ നോക്കിയപ്പോഴേ ഒരു മഞ്ഞ കളർ, മഞ്ഞയിൽ ഒരു നീല ബോർഡർ ഉള്ള ഒരു സാരി ഒരു പ്രതിമ ഇട്ടോണ്ട് നിൽക്കണ്ട്. ആ പ്രതിമയുടെ ഇങ്ങനെ ചുണ്ടിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തടയൊക്കെ നോക്കുന്നുണ്ട്. മഞ്ഞ കളർ എനിക്കില്ലല്ലോ. അപ്പൊ കറക്റ്റാ അത് മതി. ഇതെന്താ വരാത്തെ? ജമന്തി ഓ ഇന്നെന്താ ചായയൊക്കെ? എന്താണ്? പിന്നെന്താ ഇതൊരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക്. സന്തോഷല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷല്ലേ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷല്ലേ? എന്താണെന്ന് നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. ഇത് എന്ത് ചായയാണ്? എന്തേ? ഇതില് പാലുമില്ല, മധുരമില്ല. ഇതൊരാകെ വാടുകയും ചെയ്തിട്ടുണ്ട്. നിനക്ക് മര്യാദക്ക് ചായ ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ എന്റെ ജമന്തി? എവിടെ? എന്ത് എവിടെ? നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഇനി അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കടയിലേക്ക് ഓടിക്കാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല മോളെ. ഞാൻ കണ്ണടിച്ച് ഇങ്ങോട്ട് തന്നേരേ. എന്താണ് കാര്യം പറ. എന്തെന്ന് എനിക്കറിയാ. ഞാൻ അറിഞ്ഞു. വലിയ സസ്പെൻസ് ഒന്നും വേണ്ട. കൊണ്ട് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണ്? ഞാൻ അമ്മയോട് പറയട്ടോ. ഞാൻ അമ്മയോട് പറയും കൊണ്ടാണ്. എന്താണെന്ന് നീ കാര്യം പറയടി. മതി. എന്തെന്ന് എവിടെ? എന്നോട് പറ. ഏട്ടാ ഇങ്ങനെ കുടിക്കണീ ചായ. ഏട്ടാ എന്താണ് നിനക്ക്? എന്തൊരു അഭിനയേട്ടാ നിങ്ങള്. എവിടെ? എന്ത്? എനിക്ക് വയ്യ. ഇതിലില്ല
അതല്ലേ എന്ത് സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു, ഞാൻ അറിഞ്ഞു. ആദ്യം എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് പറ. ഇനി ഞാൻ പറയണോ? എന്നാ ആ സാരി ഇങ്ങോട്ട് തന്നേക്ക്. സാരിയോ? എന്ത് സാരി? എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കണേ? ഭയങ്കര എടുക്കനാ. ഇല്ല അതെ, ഞാൻ കടയിൽ പോയ കാര്യം ആരാ നിന്നോട് ഇവിടെ പറഞ്ഞു? അപ്പൊ അങ്ങനെ വരട്ടെ, ഞാൻ കണ്ടുപിടിച്ചു പോയല്ലോ. അത് എന്താണ്ടായെന്നറിയാവോ? ഒന്നും ഉണ്ടാവണ്ട, ആ മേടിച്ച സാരി കൊടുത്തോ. അതാ ഫാസിലിന്റെ വെഡിങ് ആനിവേഴ്സറി. അപ്പോ അവന് ഭാര്യക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരേ നിർബന്ധം, അവന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അപ്പൊ എന്നോട് ഭയങ്കര കഥ. ഫാസിലിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടനാണ് സാരി മേടിച്ചു കൊടുത്തത്. ഇത് ഏട്ടന്റെ അക്കൗണ്ടില് പൈസ എടുത്ത ഇതല്ലേ? അതെ അല്ലേ? എന്റെ കയ്യിലും പൈസ ഉണ്ടായിരുന്നില്ല, അപ്പൊ പിന്നെ കാർഡ് വെച്ചെടുത്തല്ലോ. ആണല്ലോ. അപ്പൊ ആ സാരി എവിടെ? അത് അവൻ കൊണ്ടുപോയി. ഏട്ടാ ചുമ്മാ കളിക്കരുതിട്ടാ. എടി, ഇത് അവന് വേണ്ടി വാങ്ങിച്ചാലേ അത് അവൻ കൊണ്ടുപോയെന്ന്. പിന്നെ അവന് വേണ്ടി മേടിച്ചത് ഏട്ടന്റെ കാർഡിനതെ. കളിക്കല്ലേ, സാരി എവിടെ? എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, അങ്ങനെ കാർഡ് വെച്ച് വാങ്ങിച്ചതാണത്. ഏട്ടാ ചുമ്മാ നോണ പറയരുതിട്ടോ. നിങ്ങൾ ഇങ്ങനെ ഞാൻ നോണൽ നിങ്ങൾ പോയെടുത്ത് ഇപ്പൊ നോണേ പറയുള്ളൂ. സാരി എവിടെ? സത്യം പറഞ്ഞോ. നിനക്ക് സാരി വേണമെങ്കിൽ രാവിലെ ഞാൻ പോകുമ്പോ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ സാരി വാങ്ങിച്ചോണ്ട് കൊണ്ട് തരില്ലേ? എനിക്കിപ്പോ സാരി വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ എന്റെ ഏട്ടൻ മേടിച്ച സാരി എനിക്ക് വേണം. സാരി വാങ്ങിച്ചാ പറഞ്ഞില്ല എന്നോട്. സാരി നിങ്ങൾ മേടിച്ചു, കടയിൽ പോയി നിങ്ങൾ സാരി മേടിച്ചു. സംശയം ഉണ്ടെങ്കിൽ വാസിനെ വിളി. എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെ. ഒരു വിശ്വാസം ഇല്ല ഇപ്പൊ. അങ്ങനെ ആയ കൊള്ളില്ലല്ലോ. ആയും കൊള്ളൂല. ഹലോ. ഹലോ. അതെ, നിങ്ങൾ ഇന്ന് സാരി മേടിച്ചോ? ഇല്ല, സാരി മേടിച്ചില്ല. ഹലോ. എന്താ സമാധാനായില്ലേ? ഇപ്പൊ സമാധാനായില്ലേ? സമാധാനമായി എനിക്ക്. എന്തേ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയണേ? എന്ത് കള്ളം പറഞ്ഞു? ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യല്ലേ? അതെ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യ. ഞാൻ അറിഞ്ഞ സാരി ഒന്നും മേടിച്ചിട്ടില്ല. അപ്പൊ അവനെന്താ പറഞ്ഞത്? അയാൾ സാരി മേടിച്ചില്ലെന്ന് പറഞ്ഞല്ലോ. സാരി വാങ്ങിച്ചിട്ടില്ലാണോ? അവന് സാരി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ സാരി വാങ്ങിച്ചത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ സാരി മേടിച്ചേ. ആ സാരി ആർക്കാണെന്ന് ഞാൻ ചോദിക്കണേ. പിന്നെ എന്തിനാ പോവാൻ കള്ളം പറയണത്? ഏട്ടാ ചുമ്മാ കളിക്കരുതട്ടോ എന്റെ അടുത്ത്. സാരി വാങ്ങിയതാണെന്ന് അവനെ ഞാൻ വിളിച്ചോണ്ട്. നിങ്ങൾ വിളിച്ചു നോക്ക്. ഏട്ടാ എനിക്കറിയാം നിങ്ങൾ ഇതിപ്പോ നിനക്കെന്താടി ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്ത് തന്നെയാ. നിങ്ങളിപ്പോ വിളിച്ചിട്ട് എന്തെങ്കിലും കള്ളത്തരം ഒപ്പിക്കാൻ വേണ്ടിയല്ലേ വിളിക്കണത്? വിളിച്ച് ചോദിക്കട്ടെ. സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആയിരിക്കും. കാരണം കള്ളത്തരം പറയുമ്പോ അങ്ങനെയാണല്ലോ. ഒന്നില്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആവും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് ആവും. ആ സാരി എവിടെ പോയി? എനിക്ക് ഇന്നറിയണം. എന്റെ പൊന്ന് ജമന്തി, മൂന്നാല് പേരിന്ന് മറ്റേ KSB ലീവായിരുന്നു. ഞാൻ അവരുടെ പണി കൂടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും എന്നോട് പറയണ്ട. ആ സാരി എവിടെ? സാരി വാങ്ങിച്ചിട്ടില്ല, നിന്നോടല്ലേ ഞാൻ പറയണത്. നിങ്ങൾക്ക് എങ്ങനെ എന്നെ ഇങ്ങനെ ചതിക്കാൻ തോന്നുന്നത്? നിങ്ങൾ സാരി മേടിച്ചു എന്നുള്ളത് സത്യം. അങ്ങനെ ഒന്നുമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വരുമ്പോ എന്നോട് പറയല്ലേ? നിനക്ക് സാരി വേണമെങ്കിൽ ഞാൻ ഇവിടെ പോകുമ്പോ പറയണ്ട എന്നോട്. എനിക്ക് സാരി വേണ്ടിട്ടല്ല, ഇന്ന് നിങ്ങൾ മേടിച്ച സാരി എവിടെ? ഇന്ന് വാങ്ങിച്ച സാരി ഫാസിലിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് അവൻ കൊണ്ടുപോയി. പറഞ്ഞ മനസ്സിലാവാത്തത്. വീണ്ടും നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞോണ്ടിരുന്നു. ഇവൻ പിന്നെ എന്തിനാ സാരി വാങ്ങിച്ചിട്ടില്ല എന്ന് നുണ പറയണത്? നീ എവിടേക്കാണ്? നീ എവിടേക്കാന്ന് പറ. നിങ്ങൾ ആർക്കാ സാരി മേടിച്ചു കൊടുത്തെന്ന് അറിയാതെ ഞാൻ ഇനി ഇങ്ങോട്ടില്ല. ഞാൻ പോവാണ്. വിട്ടെ. ജമന്തി കളിക്കാന്ന് കരുതട്ടാ. ആ ബാഗ് അകത്തോണ്ട് പോയി. ഇല്ല, ആ ബാഗ് അകത്ത് കൊണ്ട്. നിങ്ങൾ എന്നാ പിന്നെ സത്യം പറയുന്നേ. ആർക്കാ സാരി മേടിച്ചു കൊടുത്തേ? നിന്നോട് ഞാൻ ഇന്നലെ മുതൽ പറയൽ തുടങ്ങിയതല്ലേ ഞാൻ ഫാസില് വാങ്ങിച്ചു കൊടുത്താണെന്ന്. എന്താ വിശ്വസിക്കാൻ നിനക്ക് തുടങ്ങിയ പാട്? പിന്നെ എന്തിനാ കള്ളം പറയണേ? ഫാസിൽ എന്നെ പറഞ്ഞല്ലോ സാരി ഒന്നും മേടിച്ചിട്ടില്ലാന്ന്. വേണ്ട, നിങ്ങൾ വിട്ടെ. അകത്ത് കൊണ്ടുപോയി വെക്കും. നിങ്ങൾ പോലുള്ള ചതിന്റെ കൂടെ എനിക്ക് നിൽക്കണ്ട. നിന്റെ പാട് നോക്കി പോയി. ഞാൻ പോവാണ്. നീ എന്തിനാ പാട് നോക്കി പോകുന്നത്? കള്ളം പറഞ്ഞു നിന്നോ. നോക്ക് നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇപ്പൊ നീ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നീ ആ പഴി ഇങ്ങോട്ട് കയറൂലട്ടാ. ഇതുവരെ പറഞ്ഞ പോലെയുള്ള സംഭവമല്ല. വേണ്ട, ഇപ്പോഴും നിങ്ങൾക്ക് സത്യം പറയാനുള്ള ഉദ്ദേശമൊന്നുമില്ലല്ലോ. എടി സത്യല്ലേ നിന്നോട് പറഞ്ഞ എത്ര നേരം? എന്ത് സത്യം നിങ്ങൾ പറയണേ? ഫാസിലിന് വേണ്ടി വാങ്ങിച്ച സാരിയാണ് അത്. പിന്നെ നിങ്ങൾ കള്ളല്ലേ പറയണേ? ഫാസിൽ എന്നെ പറഞ്ഞത് വേണ്ടാന്ന്. കൊണ്ടുപോവാ എന്നെ നെഞ്ചത്തി കൊണ്ടൊന്ന് കയറണം. എന്തിനാ നീ സാരി വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞവളോട്? ആര് സാരി വാങ്ങിച്ചിട്ടില്ല നീ എന്തിനാ അവളോട് പറഞ്ഞെന്ന്? അപ്പൊ അവള് ബാഗ് കുന്തൊക്കെ എടുത്ത് പോകാൻ നിൽക്കുകയാണ്. ആര് പറഞ്ഞു സാരി മേടിച്ചിട്ടില്ലെന്ന്? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ സാരി വാങ്ങിക്കാൻ പോയത്?
അല്ലേ? ആ വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലെന്നേ, ഞാൻ അങ്ങനെ പറഞ്ഞ പറഞ്ഞു. ഇന്നലെ ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ലേ സാരി മേടിച്ചില്ലാന്ന്. അതാ എന്റെ കനക, നമ്മൾ രണ്ടാളും കൂടി പോയി സാരി മേടിച്ചില്ലേ, ഞാനത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ അവളെയും കൂട്ടി ആ കടയിൽ ചെന്ന് അവിടെയുള്ള സാരി ഒന്നും ഇവൾക്ക് ബോധിക്കണില്ല. പിന്നെ ആ വിലക്കുള്ള ഒരു ചുരിദാറും മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഇവള് എന്നെ വിളിച്ചത്. സാരി മേടിച്ചില്ല, ചുരിദാറാണ് മേടിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടായി. അതിൽ ചാർജും ഉണ്ടായില്ല. ഞാനറിഞ്ഞ അത് ഇത്ര വലിയ പുലിവാലായിന്ന്. എന്തേ നീ വന്നില്ലേ? ഞാനൊന്നും വരുന്നില്ല, നീ നോക്കോ. പനിയാ. ആ ഈ പനി മാറിയിട്ട് നീ വന്നാൽ മതി. എന്നാ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവനോട് വേണ്ട വേണ്ടെന്ന്. എന്റെ ദൈവമേ. Alien versus Alien.